ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എനിക്ക് വന്ന മാറ്റം മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഇപ്പൊ എന്റെ ഉള്ളിൽ കള്ളത്തരമൊന്നുമില്ല, അഭിനയിക്കണമെന്നുള്ള മോഹമില്ല, ആൾക്കൂട്ടത്തില് വലിയ ആളാകണമെന്നുള്ള തോന്നലില്ല. വരുണനെ സ്നേഹിച്ച് വരുണന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് ജീവിച്ചാൽ മതി എനിക്ക്. അതിനപ്പുറത്തുള്ള ഒരു പുണ്യവും എനിക്ക് വേണ്ട. ചേച്ചി ഈ കാര്യം ആവശ്യപ്പെട്ട അത് വരുൺ തള്ളിക്കളയില്ല. എനിക്ക് വേണ്ടി ചേച്ചി സംസാരിക്കോ? ഞാൻ സംസാരിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രിയങ്കയും വരുണിനെയും കൂട്ടിച്ചേർക്കാൻ ആരും ഇനി മധ്യസ്ഥ ഒന്നും നടത്തണ്ട. അമ്മേ, നിങ്ങളെ കൂട്ടിച്ചേർക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാ. മോൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാ മതി. അതെന്താ അമ്മേ ചേച്ചിയോട് പറഞ്ഞ? മോളെ, രാധികയോ നീയോ പറയുമ്പോ അവന് നിഷേധിക്കാനുള്ള ആവേശം കൂടും. അങ്ങനെയല്ലല്ലോ ഞാനോ അച്ഛനോ പറയുമ്പോ. അതുകൊണ്ടാ പറഞ്ഞത്. രാധിക, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? പ്രിയങ്ക മനസ്സെല്ലാം തിരുത്തി അവളുടെ ജീവിതം ഒരു നല്ല രീതിയിൽ തുടങ്ങാനിരിക്കുക. അതൊന്ന് കെങ്കേമമാക്കണം. ഇവളെ ഒരു മണവാട്ടിയെ പോലെ അണിയിച്ച് ഒരുക്കി വേണം ഇന്ന് മുറിയിലേക്ക് വിടാൻ. അതൊന്നും വേണ്ടമ്മ. വേണം. അത് മാത്രമല്ല, ആ മുറിയും നന്നായിട്ട് ഒരുക്കണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ രാധിക മോളെ കൊണ്ട്? ഞാൻ ചെയ്യാം. ആ, പിന്നൊരു കാര്യം, വരുൺ തൽക്കാലം ഈ കാര്യം അറിയണ്ട. അവനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പറഞ്ഞത് മനസ്സിലായല്ലോ? വരുൺ ഈ കാര്യം അറിയാനേ പാടില്ല. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചേച്ചി? ഈ മണിയറ, മണവാട്ടിയെ പോലെ ഒരുക്കം, അതൊക്കെ ബോറാവില്ലേ? ഇല്ലടി, അമ്മയുടെ തീരുമാനങ്ങളൊക്കെ വളരെ ശക്താ. ഇങ്ങനൊക്കെ ചെയ്താലേ എല്ലാം മായ്ച്ചു കളയാൻ പറ്റും. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്ത് മായ്ച്ചു കളയാൻ? അത് നീയും വരണം തമ്മിലുള്ള പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ മായ്ച്ചു കളയണ്ടേ? നീ ഭാഗ്യവതിയാ. എന്തൊക്കെ ചെയ്താലും എന്നെ സ്നേഹിക്കാൻ ആളുണ്ട്. നിനക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ ആളുണ്ട്. ചേച്ചിയുടെ മോള് ഭാഗ്യം ചെയ്തവളാ.